എക്സാലോജിക്ക പണമിടപാടിൽ 12 കമ്പനികൾക്ക് SFIOയുടെ നോട്ടീസ്. രേഖകൾ ഹാജരാക്കാനുള്ള സമയപരിധി നാളെ തീരും. വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവയാണ് SFIOയ്ക്ക് മുന്നിൽ ഹാജരാക്കേണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, SFIO അന്വേഷണം തുടരുമ്പോൾ വീണ വിജയന്റെ എക്സലോജിക് കമ്പനിക്ക് മേൽ വലിയ കുരുക്ക് തന്നെയാണ് മുറുകുന്നത്. ഇത് അടിക്കാനുള്ള എല്ലാ നീക്കങ്ങളും വീണ വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുന്നത്. KSRTC അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് നിയമ പോരാട്ടങ്ങളിലേക്ക് നടന്നു. എന്നാൽ അവിടെയെല്ലാം കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ, അന്വേഷണം നടക്കട്ടെ, യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരട്ടെ, അത് തടസ്സപ്പെടുത്തുന്ന യാതൊരു നീക്കവും പാടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഈ 12 കമ്പനികൾക്ക് ഇപ്പോൾ SFIO നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ 12 കമ്പനികൾ എക്സലോജിക് കമ്പനിയുമായി, വീണ വിജയന്റെ എക്സലോജിക്കുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതാണ്. 2016, 2017 കാലഘട്ടത്തിന് ശേഷം മാത്രം 10ലധികം പ്രധാനപ്പെട്ട കമ്പനികൾ വീണ വിജയന്റെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും നേരത്തെ CMRL നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ ചുവട് പിടിച്ചായിരുന്നു അന്വേഷണം ആരംഭിക്കുന്നത്. കാരണം വലിയ തോതിൽ മാസപ്പടി വിവാദങ്ങൾ ഉയരുകയും കൃത്യമായി വീണ വിജയന് CMRL പണം മാസാമാസം വലിയ തുക നൽകിയതുമെല്ലാം മാസപ്പടിയാണ്, അത് ചില രാഷ്ട്രീയ സ്വാധീനങ്ങളുടെ ഭാഗമായാണ്, അത്തരം നീക്കങ്ങളുടെ ഭാഗമായി നൽകിയ പണമാണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത്. ഒപ്പം തന്നെ ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ, ഈ കമ്പനികളുടെ വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള അന്വേഷണവും SFIOയുടെ അന്വേഷണ പരിധിയിൽ ആണ് ഉള്ളത്. അന്വേഷണത്തിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് SFIO മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ്. അതിന്റെ തുടർ നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടും പ്രത്യേകിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി കൂടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ 12 കമ്പനികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവർ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട്, എക്സലോജിക്കുമായി ബന്ധപ്പെട്ട് നടത്തിയ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെയും വിവരങ്ങൾ ഹാജരാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സമയപരിധി എന്ന് പറയുന്നത് നാളെയാണ്. നാളേക്കുള്ളിൽ ഈ 12 കമ്പനികളും പ്രധാനപ്പെട്ട വിവരങ്ങൾ, അത് ഇൻവോയ്സ് രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കണം, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ ധരിപ്പിക്കണം, ചെന്നൈ ഓഫീസിൽ ഇത് സമർപ്പിക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. അതിൽ വർക്ക് ഓർഡർ ഉണ്ട്, ഒപ്പം തന്നെ ഇൻവോയ്സ് ഉണ്ട്. ഏത് ഇടപാടുകളുടെ ഭാഗമായിട്ടാണ് എക്സലോജിക്കിന് പണം നൽകിയിരിക്കുന്നത്, ഈ ഓരോ കമ്പനിയും എക്സലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള ബന്ധം എന്താണ്, അത് സംബന്ധിച്ചാണ് പ്രധാനമായും അന്വേഷിക്കാനുള്ളത്. കാരണം നിരവധി സാമ്പത്തിക ഇടപാടുകൾ എക്സലോജിക്ക് പല കമ്പനികളുമായി നടത്തിയിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ എന്തിനെല്ലാമാണ് പണം നൽകിയിരിക്കുന്നത്, പ്രത്യേകിച്ച് എക്സലോജിക്കിന് CMRL നൽകിയിരിക്കുന്ന പണം എന്നതിന് കാരണമായി പറഞ്ഞിരുന്നത് ചില IT സേവനങ്ങൾ എക്സലോജിക്ക് നൽകിയിരുന്നു. ഈ IT സേവനങ്ങൾ നൽകിയതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഈ IT സേവനങ്ങളുടെ പേരിലായിരുന്നു വലിയ തുക എക്സലോജിക്കിന് CMRL കമ്പനി നൽകി വന്നിരുന്നത്. എന്നാൽ ഒരു IT സേവനം പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിലും നൽകാൻ, അല്ലെങ്കിൽ എക്സലോജിക്കിന് നൽകേണ്ടി വന്നിട്ടില്ല. അങ്ങനെ യാതൊരു സേവനവും കൈപ്പറ്റാതെ കരിമണൽ കമ്പനി തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൈമാറിക്കൊണ്ടിരുന്നു. മുഖ്യമന്ത്രി ഭരണത്തിലുള്ള സമയത്ത്, പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ തുടരുന്ന ഘട്ടത്തിലായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നത്. ഇതിലെ വലിയ ദുരൂഹതകൾ നിൽക്കുമ്പോഴാണ് മറ്റ് കമ്പനികൾ എന്തിന് പണം നൽകി, ആ കമ്പനികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള IT സേവനങ്ങൾ നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വീണ വിജയന്റെ കമ്പനി രൂപീകരിച്ചത് പോലും തട്ടിപ്പിന് വേണ്ടിയാണോ എന്ന സംശയമാണ് അവിടെ ദൂരീകരിക്കാൻ SFIO ശ്രമിക്കുന്നത്. കാരണം വീണ വിജയൻ ഇത്തരത്തിലുള്ള ഒരു കമ്പനി രൂപീകരിക്കുന്നു, യാതൊരു കമ്പനികളുമായി ബന്ധപ്പെട്ട് ഒരു സേവനങ്ങളും നൽകുന്നില്ല, IT സൊല്യൂഷൻസ് ആണ്, IT-യുമായി ബന്ധപ്പെട്ട കരാറുകളാണ്, ഒരു വർഷത്തേക്ക് കമ്പനികൾക്ക് വരുന്ന വലിയ തോതിലുള്ള IT സേവനങ്ങൾ തുടർച്ചയായി നൽകുന്ന കമ്പനിയാണ് തങ്ങളുടേത് എന്ന് ആവർത്തിക്കുമ്പോഴാണ് CMRL-ന് മാത്രമല്ല മറ്റ് ഒരു കമ്പനിക്കും ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എക്സലോജിക്ക് നൽകുന്നില്ല എന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇൻവോയ്സ് രേഖകൾ പരിശോധിക്കുന്നത്, മറ്റു സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ എത്ര കമ്പനികൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്, എത്ര കമ്പനികൾ ചെന്നൈ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിലും വ്യക്തമല്ല. നാളെ ഇത് സമർപ്പിക്കുന്നതിന് ശേഷം, അതിന്റെ സമയപരിധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ കമ്പനികൾ എന്ത് തരത്തിലുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാവുക. എന്നാൽ ഒരു കാര്യം കൃത്യമാണ്, SFIO ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി തന്നെയുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചിരുന്നു. ആദ്യം എക്സലോജിക്കിന്റെ രേഖകളുടെ പരിശോധനയാണ്
SFIO ആരംഭിച്ചത്. അതിനുശേഷം പ്രധാനമായും CMRLന്റെ കൊച്ചിയിലെ ഓഫീസിലടക്കം ആലുവയിലെ ഹെഡ് ഓഫീസിലടക്കം എത്തിക്കൊണ്ട് അവിടെ നിന്ന് നിരവധി സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ശേഖരിച്ചിട്ടുണ്ട്. നിരവധി പണമിടപാടുകളുടെ വിവരങ്ങൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ എല്ലാം പരിശോധനകൾ പ്രാഥമികമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ കമ്പനികളിലേക്ക്, ആ പരിശോധനയിലാണ് നിരവധി സാമ്പത്തിക ഇടപാടുകൾ നിരവധി കമ്പനികളുമായി നടത്തിയിട്ടുണ്ട്. അവിടെയൊന്നും എന്തെങ്കിലും സേവനം നൽകിയതായി വ്യക്തമാക്കാതെ ഉള്ള കരാറുകളാണ് അത് എന്നും ഈ പണമിടപാടുകൾ ദുരൂഹമാണ് എന്നും SFIOയ്ക്ക് മനസ്സിലാകുന്നത്. അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ 12 കമ്പനികളിൽ നിന്നും അന്വേഷണ സംഘം തേടിയിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട്, കാരണം ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട എക്സലോജിക്കുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒപ്പം തന്നെ KSIDC ആയി ഇതിൽ ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനമായ KSIDC ആണ്. സർക്കാരിന്റെ കൂടി പങ്കാളിത്തവും അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് കൂടി നീങ്ങുന്നത് കൂടി വ്യക്തമാക്കുന്നതായിരുന്നു ഈ KSIDCയുടെ പങ്കാളിത്തം. KSIDC അവിടെ ശ്രമിച്ചത് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങളായിരുന്നു, അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളായിരുന്നു KSIDCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഈ അന്വേഷണം ഒഴിവാക്കണമെന്നും അന്വേഷണം തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെയാണ് കോടതി വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി SFIOയ്ക്ക് മുന്നോട്ട് പോകാം, പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് മറ്റൊരു ദിവസത്തേക്ക് പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. പണമിടപാടിൽ 12 കമ്പനികൾക്ക് SFIO നോട്ടീസ് അയച്ചിരിക്കുന്നു. രേഖകൾ ഹാജരാക്കാനുള്ള സമയപരിധി നാളെ തീരും. വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവയ്ക്കാണ് SFIOയ്ക്ക് മുന്നിൽ ഹാജരാക്കേണ്ടത്. ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.